നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പുതുയുഗയാത്ര വലിയ തരംഗമായിരുന്നു. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര ഇന്നലെ വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്തെത്തി സമാപന സമ്മേളനത്തിൽ നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ മുതിർന്ന കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ പരിപാടിയിൽ ഒരു വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് ഞാൻ വായിക്കാം. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, യുവാക്കൾക്ക് 5 ലക്ഷം പലിശരഹിത വായ്പ, എല്ലാ കുടുംബങ്ങൾക്കും 2,50,000 രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് ആരോഗ്യം, ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിനായിട്ട് അതിനുള്ള വായ്പ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വായ്പ, അതുപോലെ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വായ്പ, അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് അല്ലെങ്കിൽ ബാക്കി സാമ്പത്തിക പ്രശ്നമുള്ള ആൾക്കാർക്കായിട്ടുള്ള ക്ഷേമ പെൻഷൻ. അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 5 പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും എല്ലാ മേഖലയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു വലിയ ചരിത്രമല്ലേ ഇത്? തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ കർണാടകത്തിൽ അവർ ഭരണത്തിലുണ്ട്, രാജസ്ഥാനിൽ അവർ ഭരണത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർക്ക് ഭരണം തിരിച്ചു പിടിച്ച ഒരു അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്. വെച്ചാൽ BJPയുടെ നിന്നാണ് കർണാടകം അവർ പിടിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ പോയ ഭരണം തിരിച്ചു പിടിച്ച ഒരു കഴിവ് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് രാഹുൽ ഗാന്ധി ഇപ്പോൾ നേതൃത്വത്തിൽ വന്ന ശേഷവുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അവരുടെ സർക്കാരും രണ്ടാം സർക്കാരും ഫ്രീ ബീസ് നമ്മുടെയൊക്കെ ഈ പറയുന്ന നികുതി പണം എടുത്ത് എല്ലാവർക്കും കൊടുത്ത് നമ്മളെ ഈ പറയുന്ന പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ ഇത് വോട്ട് കിട്ടാനുള്ളതാണെന്ന് ആർക്കാ മനസ്സിലാകാത്തത്? വോട്ട് കിട്ടാൻ വേണ്ടി PSCയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ 41 വയസ്സാക്കിയതായിട്ട് പിന്നെ മേഘയ്ക്ക് അറിയാവോ? എനിക്കറിയില്ല. 41 വയസ്സ് വരെ പ്രായപരിധിയാക്കിയതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഈ പറയുന്ന 1800 രൂപ ഒറ്റയടിക്ക് 2500 ആക്കിയത് എന്നാണെന്നും അറിയാമല്ലോ, അല്ലെ? അപ്പൊ ഈ 2500-ന് ഇവർ നേരത്തെ പ്രകടന പത്രികയിൽ എത്ര 3000 ആക്കുമെന്ന് ഇവർ പ്രകടന പത്രിക പറഞ്ഞിട്ടാണ് ഇവർ ഭരണത്തിൽ കയറിയത്. 2500 ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമായിരുന്നു. ഇനി 15 ദിവസത്തിനകത്ത് 500 രൂപയുടെ ആക്കി കൊടുത്ത് 3000 ആക്കിയാലോ എന്നൊരു ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാൻ സാധ്യതയില്ല. കാര്യം ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ പറയുന്ന പോലെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഇതെല്ലാം അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം എന്താ പറയുക അതെല്ലാം ചെയ്തു. ആ കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ഫ്രീ എന്ന് പറയുന്ന നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്ക് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞത് ഏറ്റവും ഹൈലൈറ്റിംഗ് ആണ്. രണ്ടാമത് യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ എന്ന് പറഞ്ഞത്. പിന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു. ഇതെല്ലാം തന്നെ വളരെ നല്ല ഒരു പ്രഖ്യാപനം. അതെ, ഇപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ യുവാക്കൾ എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു, കേരളത്തിൽ എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല, ഇന്ത്യക്കുള്ളിൽ എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്നതിന്റെ മൂല കാരണത്തെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1000 നൂലാമാലകളാണ്. ഇപ്പോൾ നാട്ടിൽ ഈ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പോഴാണ് PSCയുടെ പ്രായമൊക്കെ കൂട്ടിയത്. അതുപോലെ തന്നെ PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ പോലും ജോലി കിട്ടാത്ത അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇതിലെ കാലതാമസം 3-4 വർഷങ്ങളൊക്കെ കാത്തിരുന്നാണ് ഒരു ജോലിക്ക് കിട്ടുന്നത്. പെൺകുട്ടികൾ മാത്രമല്ല ചേട്ടാ, ആൺകുട്ടികളും സമരം കിടന്നിട്ടുണ്ട്, മണ്ണ് വാരി തിന്നിട്ടുണ്ട്, തലമുണ്ടനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിൽ തന്നെയാണ് നടന്നത്. അപ്പോൾ യുവാക്കളെ ഒട്ടും പരിഗണിക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ പോലും. അങ്ങനെ തന്നെ പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ യുവാക്കളെല്ലാം പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരു സമയം ഒരിക്കലുമല്ല. ഈ പുറത്തുള്ള കുട്ടികളോടെല്ലാം സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം നാട്ടിൽ വന്ന് നിൽക്കാനാണ് താല്പര്യം. പക്ഷെ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക ചുറ്റുപാടല്ല ഇവിടെ ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടാകുന്ന നാട്ടിൽ നിൽക്കാനുള്ള ഇഷ്ടം കുട്ടികൾക്കുണ്ട്, അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെ, അപ്പൊ അവിടെയുള്ള ആ സാഹചര്യമല്ല ഉള്ളത്, ജീവിത സാഹചര്യങ്ങൾ മാറ്റം. അപ്പോൾ ഈ പറയുന്നത് പോലെ എനിക്കൊരു ബിസിനസ് തുടങ്ങണം, നാളെ ആവുമ്പോൾ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ നൂലാമാലകളുടെ പുറകെ പോകുമ്പോൾ എനിക്കൊരു വായ്പ, പലിശരഹിത വായ്പ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. ഇതുപോലുള്ള പല കാര്യങ്ങൾ, ആരോഗ്യ മേഖല, ഇപ്പൊ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. അപ്പോൾ ഉറപ്പായും നമ്മൾ പുറത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു. കാരുണ്യ പദ്ധതി തുടങ്ങി വെച്ചു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ പോലും ഈ പറഞ്ഞ ചികിത്സ കിട്ടാൻ കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. മികച്ച ചികിത്സ കിട്ടണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകണം, അതിന് ലക്ഷങ്ങൾ ചെലവാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പദ്ധതികളെല്ലാം തന്നെ ഇപ്പോൾ ഇത് നടപ്പാക്കുകയാണെങ്കിൽ
UDF സർക്കാർ അധികാരത്തിൽ വന്ന് ഇതെല്ലാം നടപ്പാക്കുകയാണെങ്കിൽ ഇതെല്ലാം ചരിത്ര പദ്ധതികൾ തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾക്കുള്ളതാണെങ്കിലും സ്ത്രീകൾക്കുള്ളതാണെങ്കിലും യുവാക്കൾക്കുള്ളതാണെങ്കിലും വയോജനങ്ങൾക്കുള്ളതാണെങ്കിലും ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ 3000 രൂപ ക്ഷേമ പെൻഷൻ പോലും കുറവാണ്. അതിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇപ്പോൾ അവർ അധികാരത്തിൽ വരുമ്പോൾ 3000 രൂപയാക്കി കാലാകാലങ്ങളിൽ ഇത് കൂട്ടുകയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള പണം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യണം. ഏതായാലും ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ യാത്ര അവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ, തിരുവനന്തപുരത്ത് നമ്മുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ ആ ജനപങ്കാളിത്തം വളരെ വലുതായിരുന്നു പറയുന്നത്. പാറശാല, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, തിരുവനന്തപുരത്തിൻ്റെ റൂറൽ ഏരിയയിൽ അത് മാത്രമല്ല സംഘാടകർ പോലും വളരെ അതിശയിച്ചു പോയി. ഇത്രയധികം ആൾക്കൂട്ടം. അതിൽ ചില നേതാക്കൾ സംസാരിക്കാൻ എണീറ്റപ്പോഴത്തേക്ക് ഹർഷാരവം ഭയങ്കരമായിരുന്നൊക്കെയാണ് പറയുന്നത്. ഈ കെ സുധാകരൻ്റെയൊക്കെ സംസാരിക്കാൻ എണീറ്റപ്പോഴത്തേക്ക് ഭയങ്കരമായ ഹർഷാരവം ഉണ്ടായിരുന്നു പറയുന്നു. പിന്നെ ഈ പറയുന്ന പോലെ അതിൽ കേട്ട ഒരു സംസാരത്തിൽ കേട്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം, കേരളത്തിലെ സഞ്ജുവിൻ്റെ കാര്യം വിട്ടുപോയപ്പോൾ പറഞ്ഞു ഓർമ്മിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ രാഹുൽ ഗാന്ധി വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ നല്ല സെക്ഷൻ ആയിരുന്നു. കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യുവാക്കളെ കയ്യിലെടുക്കാൻ നല്ല വിരുദാണല്ലോ. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഏതായാലും KC വേണുഗോപാലിൻ്റെയും കേന്ദ്രത്തിൽ നിന്ന്, ഞാൻ പറയുന്നത് കേന്ദ്രത്തിലെ അദ്ദേഹത്തിൻ്റെ ദൗത്യം, കേരളത്തിൽ അദ്ദേഹം ഒരു മികവുറ്റ പാർട്ടി പ്രവർത്തകൻ തന്നെയാണ്. കാര്യം അദ്ദേഹം വർക്കിംഗ് ജനറൽ സെക്രട്ടറി അല്ലേ. വർക്കിംഗ് ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഉടനീളം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിമാനത്തിൻ്റെ വിഷയമാണ് കേരളത്തിലേക്ക് ഭരണം തിരിച്ചു കൊണ്ടുവരിക. അദ്ദേഹം ഒരു കണ്ണൂരുകാരനാണ്. അപ്പോൾ കണ്ണൂർ ഭരിക്കുന്ന ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനോടൊപ്പം ഉള്ളവരും ഒക്കെ ഇവർക്ക് ഒരുതരം നിസാരവൽക്കരിക്കലുണ്ടല്ലോ. ഇവർക്ക് ഭയങ്കര അതിബുദ്ധിമാന്മാരായ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയാണെന്ന് ഇങ്ങനെ അതിൻ്റെ മറുപടിയാണ് സുധാകരൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കെ സുധാകരൻ. അപ്പോൾ ഏതായാലും ഇതിൽ നമ്മൾ ആകെ മൊത്തം കൂട്ടി വായിക്കുമ്പോൾ കേരളം ഈ ഭരണത്തെ ഏതാണ്ട് മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞു. ഇവരെ വെറുക്കുന്നു. കാര്യം 1500 നിങ്ങൾ പെൻഷൻ തന്നാലും, നിങ്ങൾ ഇനി 45 വയസ്സ് യുവാക്കൾക്ക് ഇനിയിപ്പോൾ പ്രായപരിധിയാക്കിയിരുന്നാൽ ഇതെല്ലാം വീണ്ടും ഈ കാണുന്ന രാജാപാർട്ടിൽ സഞ്ചരിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയാണ്, ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണെന്ന് സാധാരണ ജനം മനസ്സിലാക്കും. കാര്യം ഇപ്പോൾ മധ്യവർഗത്തിൻ്റെ വോട്ടാണ് ഈ പറയുന്നത്. മധ്യവർഗമാണ് ഇപ്പോൾ, സാധാരണക്കാരല്ല, മധ്യവർഗമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ. മധ്യവർഗത്തിൻ്റെ വോട്ട് നേടാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവ് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ആ വരവിൻ്റെ ഒരു പ്രൗഢി, അതിൽ തിരിച്ച് തിരുവനന്തപുരത്ത് നൽകിയ ആ ഒരു അംഗീകാരം, അത് ഇതിൻ്റെ ഒരു വിജയം എന്ന് വെച്ചാൽ ഭരണമാറ്റത്തിൻ്റെ ഒരു മുന്നൊരുക്കമാണ് എന്ന് തന്നെ നമുക്ക് പറയാം.